മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിശേഷപ്പെട്ട വർഷമായിരുന്നു 2025. തുടരും, ലോക, കളങ്കാവൽ അടക്കം ഒരുപിടി മികച്ച ചിത്രങ്ങളായിരുന്നു മലയാള സിനിമയ്ക്ക് സാക്ഷ്യം വഹിച്ചത്. ഇതേ ഹൈ നോട്ടിൽ തന്നെ വർഷം അവസാനിപ്പിക്കാൻ അഖിൽ സത്യൻ സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായെത്തിയ സർവ്വം കഴിഞ്ഞു എന്നാണ് തിയേറ്ററുകളിൽ ചിത്രത്തിന് കിട്ടുന്ന സ്വീകാര്യത സൂചിപ്പിക്കുന്നത്. ട്രെയിലറോ ടീസറോ ഒന്നും പുറത്തുവിടാതെ തിയേറ്ററിലെത്തിയ സർവ്വമായ 4 ദിവസം കൊണ്ടാണ് 50 കോടി എന്ന നേട്ടം കൈയടിച്ചത്. വമ്പൻ താരനിരയും ഹൈപ്പും കൊണ്ട് തിയേറ്ററിലെത്തിയ ഫാഫാബ സൈഡാക്കിയ കേരളത്തിലും വിദേശ രാജ്യത്തിലുമടക്കം ഷോകളുടെ എണ്ണം കൂട്ടി ചിത്രം മുന്നേറുകയാണ്. ചിത്രത്തിലെ ഒരു ഗാനം പുറത്തുവിട്ടതൊഴിച്ചാൽ പറയത്തക്ക പ്രൊമോഷനോ അവകാശവാദങ്ങളോ ഇല്ലാതെ തിയേറ്ററിലെത്തിയ ചിത്രം കണ്ടിറങ്ങിയവരുടെ മൗത്ത് പബ്ലിസിറ്റിയോടെ ഹൗസ്ഫുൾ ഷോകൾ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിൽ തിയേറ്റർ നിറയ്ക്കാനുള്ള നിവിൻ്റെ കഴിവാണ് സിനിമാ മേഖലയിൽ ചർച്ചയാകുന്നത്. ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ തുടരും സിനിമയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ തരമൂർത്തി ഉപയോഗിച്ച സ്വീപ്രസൽ എന്ന പ്രയോഗം മലയാള സിനിമയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. മോഹൻലാലിൻ്റെ ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ കിട്ടിയാൽ വീടുകളുള്ള വയസ്സായ അമ്മമാരും കുട്ടികളും അടക്കം തിയേറ്ററിലേക്ക് എത്തുമെന്ന് പറയാതെയായിരുന്നു തരുണിൻ്റെ ഈ വാക്ക് ഉപയോഗിച്ചത്. ഇത്തരത്തിൽ യുവതാരങ്ങൾക്കിടയിൽ ഒരു ക്രൗഡ് പുള്ളറായി മാറാൻ യുവതാരമായ നിവിന് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. നിവിൻ പോളി ആളുകൾക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് അവനറിയില്ലെന്ന് നിവിനെ സിനിമയിലേക്ക് കൊണ്ടുവന്ന സംവിധായകനായ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. താൻ ഇക്കാര്യം തിരിച്ചറിയില്ലെന്ന് നിവിൻ കഴിഞ്ഞ ദിവസം എഡിറ്റോറിയൽ യൂട്യൂബിന് ചൊല്ലി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 2019 ഇറങ്ങിയ ലവ് ആക്ഷൻ ഡ്രാമ വരെ എന്റർടൈനർ ചിത്രങ്ങൾ അടുപ്പിച്ച് വന്നതുകൊണ്ടാണ് ആളുകൾ സപ്പോർട്ട് ചെയ്തതെന്ന് താൻ കരുതിയിരുന്നത് എന്നും, എന്നാൽ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് പ്രേക്ഷകരോട് തന്നോടുള്ള ഇഷ്ടം മനസ്സിലായതെന്ന് നിവിൻ പറഞ്ഞു. എത്ര കോടി മുടക്കി പ്രൊമോഷൻ ചെയ്താലും പ്രേക്ഷകരാണ് ആ സിനിമയെ കാണണം എന്ന് തീരുമാനിക്കുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു.